നമ്മളെ ഈ പ്രകൃതി രമണീയമായ നാട്ടിൽ 33 വർഷമായിട്ട് സോളാർ മേഖലയിൽ പാരമ്പര്യമുള്ള ഒരു ടീമുണ്ട്. അവരോട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ചാലോ? നിങ്ങൾ ശരിക്കും ആരാണ് ഈ സോളാർ വെക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഫോളോവേഴ്സിനും പറഞ്ഞു കൊടുക്കും. ഒരു കസ്റ്റമർ എത്ര കിലോ വാട്ട് വരെ വെക്കണം എന്നുള്ളത് നിങ്ങളാണോ നിശ്ചയിക്കുന്നത്? ഒരു വീട്ടിൽ സോളാർ വെച്ചാൽ എന്തെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? അതിൽ വീട്ടിൽ എന്തെല്ലാം ഉപയോഗിക്കുന്നോ അത് മുഴുവനായിട്ടും അവർക്ക് ഈ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അതിൽ ടിവിയോ ഫ്രിഡ്ജോ AC എന്ത് വേണമെങ്കിലും അതിൽ ആ കണക്റ്റഡ് ലോഡ് അനുസരിച്ചിട്ട് ഉപയോഗിക്കാം. 2000 രൂപ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്ന ഒരാൾക്ക് എപ്പോഴും സോളാർ ലാഭകരമാണ്. അതിൽ ഈ 2000 രൂപ വരാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കും ലാഭകരമായിട്ട് വരും. കാരണം കൂടുതൽ ഇലക്ട്രിസിറ്റി നമ്മൾ KCBയിലേക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. പിന്നെ സബ്സിഡി കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ, അത് എത്ര എമൗണ്ട് വരെയാണ് കിട്ടുന്നത്? കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി എമൗണ്ട് കിട്ടുന്നത് പറഞ്ഞാൽ 78,000 രൂപയാണ് നമുക്ക് സബ്സിഡി എമൗണ്ട് കിട്ടുന്നത്. സബ്സിഡി കസ്റ്റമർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. മാർക്കറ്റിൽ നല്ല മൂവിംഗ് ഉള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റമാണ് വെച്ചിട്ടുള്ളത്. കാരണം 25 വർഷത്തോളം ഈ ഒരു സോളാർ പാനലിന് വാറണ്ടി ഉള്ളതായതുകൊണ്ട്, പിന്നീട് സർവീസ് ഓറിയന്റഡ് ആയതുകൊണ്ട് ഭാവിയിൽ നമുക്ക് അവരെ കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ബ്രാൻഡ് നിങ്ങൾ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. 3 കിലോ വാട്ടിൽ 12 യൂണിറ്റ് ആണ് പറയുന്നതെങ്കിലും 16 യൂണിറ്റ് വരെ ഉൽപ്പാദിപ്പിച്ച വീടുകളുണ്ട്. ഇതൊരു വീട്ടിൽ നേരിട്ട് കണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. ഇവർക്ക് മുക്കം, അരീക്കോട്, മാവൂര്, ഈങ്ങാപ്പുഴ ഒക്കെ ബ്രാഞ്ചുകളും ഉണ്ട്. ഇവരുടെ കോൺടാക്ട് നമ്പർ എന്തായാലും ഞാൻ താഴെ കൊടുക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രോം IML.